അപ്പം വയനാട് ചുരം അങ്ങ് കയറി 9ാമത്തെ ചുരം കഴിഞ്ഞാൽ വൈത്തിരി കഴിഞ്ഞാൽ ചുണ്ടൽ എന്ന സ്ഥലമുണ്ട്. വൈത്തിരി കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് ചുണ്ടലിന് നേരെ എന്ത് ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ട് പോകണം. മൈസൂർ പോണ റൂട്ടിൽ വൈത്തിരി കഴിഞ്ഞ് ചുണ്ടലിലേക്ക് എത്തിക്കഴിച്ചാൽ നേരെ വലത്തെ സൈഡിലേക്ക് നേരെ മേപ്പാടി ദേവാല റൂട്ട്, നാടുകാണിക്കുള്ള റോഡ്, ഊട്ടിക്കുള്ള ബോർഡ് കാണും അവിടെ, ഊട്ടി റോഡ് പറഞ്ഞിട്ട് ആ റോഡിനോട് കയറുക. നേരെ കയറി കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ബൈക്കുമ്മേലാണ് പോയത് ഫസ്റ്റ്. അതെ, ഈ വീഡിയോയിൽ തന്നെ ഞങ്ങൾ കാറിൽ പോയതുണ്ട്. 2 വീഡിയോ ഒപ്പാണ് എടുത്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ റൂട്ടിൽ അങ്ങനെയാണ് കയറുക. ഫസ്റ്റ് ചുണ്ടലിന് തിരിയുക. ചുണ്ടലിന് നേരെ ഇവിടുന്ന് അങ്ങ് പോകുമ്പോൾ വലത്തെ സൈഡിലേക്ക്, അതായത് വൈത്തിരി കഴിഞ്ഞ് ചുണ്ടലെത്തി കഴിഞ്ഞാൽ വലത്തെ സൈഡിലേക്ക് ഊട്ടി റോഡ് കാണാം. ഊട്ടിക്കുള്ള വഴി, അതായത് നാടുകാണിക്കുള്ള ആ റോഡിനോട് പോയാൽ ദേവാല എന്ന സ്ഥലത്തേക്കാണ് നമ്മളെത്തുക. ദേവാല, അതേപോലെ മേപ്പാടി കഴിഞ്ഞാൽ ദേവാല കഴിഞ്ഞിട്ട് വെച്ചാൽ നാടുകാണി. നല്ല സൂപ്പർ ഏരിയയാണ്. ചായപ്പൊടിത്തോട്ടങ്ങൾ കണ്ടമാനം, ചായത്തോട്ടങ്ങൾ, തേയിലൻ്റെ തോട്ടങ്ങൾ കണ്ടമാനമുണ്ട്. അതേപോലെ തന്നെ പിന്നെ കാപ്പി അതുണ്ട്. പക്ഷേ നല്ല ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ശരിക്ക്. ഞങ്ങളിപ്പോൾ പോണ ടൈം ഏകദേശം ഉച്ച ടൈപ്പാണ്. പക്ഷേ ഇവിടെയൊക്കെ നല്ല ക്ലിയർ ഉണ്ട്. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് കോട ഇറങ്ങിയിട്ട് ഉള്ള പ്രശ്നമുണ്ട്. പിന്നെ ചില സമയത്ത് പകൽ ടൈമിന് വരെ ഈ ദേവാല ഭാഗത്തേക്ക് എത്തിക്കഴിച്ചാൽ ചിലപ്പോൾ പകൽ ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത കോലത്തിലുള്ള കോട ഉണ്ടാവും. പകൽ ടൈം പറഞ്ഞാൽ ഒരു ഉച്ച സമയത്ത്, ഒരു സമയത്ത് ഞങ്ങൾ പോകുമ്പോൾ ഇതേപോലെ ഉച്ചാന്ന് പറഞ്ഞു കഴിച്ചാൽ ഏകദേശം ഒരു 2-2:30 ടൈം, അതായത് ഒരു ഉച്ചര ടൈമിന് പോകുമ്പോൾ എന്താ കോട ഇറങ്ങിയിട്ട് തൊട്ട് മുന്നിലുള്ള വണ്ടി വരെ കാണാത്ത കോലത്തിലുള്ള കോട. അങ്ങനെയും അവിടെ സംഭവം ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ കഴിയുന്നതും രാവിലെ തന്നെ പോയി ഉച്ചക്കുള്ള യാത്ര പിടിക്കുക. ചില സമയത്തൊന്നും ഉണ്ടാവില്ല, കാര്യമായിട്ട് പോകും. അത് നമ്മളെ യോഗ്യഭാഗ്യം പോലെ ഉണ്ടാവും. ഏതായാലും അടിപൊളി ഏരിയയാണ്. ഓക്കെ, അപ്പോൾ സംസാരിക്കണില്ല. അപ്പോൾ റൂട്ട് മനസ്സിലായല്ലോ. ഇനി ബാക്കി ഈ റൂട്ടിലാണ്ട് പോയാൽ നേരെ നാടുകാണി എത്തിക്കഴിഞ്ഞാൽ അവിടെ നേരെ ഇങ്ങോട്ട് ഇറങ്ങി പോരും ചെയ്യുക. ഇതിലെ വൈക്കടവ് ഇറങ്ങുക, നിലമ്പൂർ അങ്ങനെയാണ് പോരാ. ഇനി അതെല്ലാം പോകാൻ നമ്മളെ നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ എളുപ്പമുണ്ട്. രാവിലെ തന്നെ ഇറങ്ങുക, ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇറങ്ങിയാൽ നേരെ നിലമ്പൂർ പോവുക. നിലമ്പൂരിന് നേരെ വൈക്കടവ് പോവുക. വൈക്കടവിന് നാടുകാണി ചുരം കയറുക. നാടുകാണി ചുരാണ്ട് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ 2 ജംഗ്ഷനാണ്. ഒന്ന് പിന്നെ ഗൂഡല്ലൂർക്കുള്ള റോഡും, രണ്ടാമത്തത് കോഴിക്കോട് വയനാടിന് പറഞ്ഞിട്ട് ബോർഡ് കാണാം. അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരി പറഞ്ഞ റോഡ് കാണാം. ആ റോഡിന് ഇങ്ങോട്ട് തിരിയുക. നാടുകാണിന് ഇടത്തോട്ട് തിരിയുക. ഓക്കെ, തിരിഞ്ഞ് കഴിഞ്ഞാൽ ദേവാല കാണാം. നാടുകാണി ചുരാണ്ട് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ചെറിയൊരു പാസ് വാങ്ങുന്നുണ്ട്. ഒരു കയ്യാട്ടേണ്ട ഒരു പിരിവെടുക്കുന്നുണ്ട്. ചെറിയ എന്തോ ഒരു ടോൾ പാസ്സോ എന്തോ ഉണ്ട് സംഭവം. എന്തായാലും പാസ് ആ ഇത് വാങ്ങുന്നിടത്തുനിന്ന് ആ പിരിക്കുന്ന സ്ഥലത്തിന് തന്നെ കണ്ടാൽ അവിടെ ചെക്കിങ് ഉണ്ടാവും. അവിടുന്ന് നേരെ ഊട്ടി പോവുകയാണെങ്കിൽ നേരെ വലത്തോട്ട് പോയി കഴിച്ചാൽ ഗൂഡല്ലൂരിന് നേരെ ഊട്ടിക്ക്. നമ്മൾ ഗൂഡല്ലൂർ പോകാതെ നാടുകാണി ചുരം കയറിയ ഉടനെ തന്നെ ഇടത്തെ ഭാഗത്തേക്ക് തിരിയുക. ദേവാല, അവിടെ വലിയ ബോർഡ് കാണാം. കോഴിക്കോട് അതേപോലെ തന്നെ വയനാട് സുൽത്താൻ ബത്തേരി പറഞ്ഞിട്ട് ആ റോഡിനോട് കയറിയാൽ ഈ റൂട്ടിൽ പോകാം. നല്ല സൂപ്പർ റൂട്ടാണ്. ഇവിടെ നിർത്തേണ്ടിയില്ല. വേറെ അവിടെ പാസ് വാങ്ങി കൊടുത്ത് എന്താ ഒരു 5 ഉറുപ്പ്യ റോഡ് പാസ്സാണ്, വേറെ ഒന്നുമില്ല. ഇവിടേക്ക് കയറുന്നതിന് ചാർജ് ഒന്നുമില്ല. ഇത് സാധാ PWൻ്റെ റോഡാണ്. ഈ ഹൈ റേഞ്ചിലുള്ള റോഡാണ്. അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് പോവാം. ഓക്കെ, വണ്ടി എടുത്തിട്ട് ഒരു ദിവസം കയറി നോക്കി. രാവിലെ പോയാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഉഷാറായിട്ട് വീട്ടിലെത്താം. ഒരു 10 മണിയാകുമ്പോൾ കയറി ഇവിടെയൊക്കെ റൗണ്ട് അടിച്ച് ഇങ്ങനെ അതിലെങ്ങനെയായിട്ട് കറങ്ങി നേരെ ദേവാല വഴി. പക്ഷേ വണ്ടിൻ്റെ പേപ്പർ ഇതൊക്കെ ഫിറ്റാണ് കേട്ടോ. കാരണം അതിൻ്റെ ഇടയിൽ 2 ബോർഡർ ഉണ്ട്. അപ്പോൾ അവരവിടുന്ന് കംപ്ലീറ്റ് ചോദിക്കും. ഞാൻ ഈ കാണുന്നത് ബോർഡറാണ്. അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് കടന്നാൽ കേരളത്തേക്ക് കിടക്കും. അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം പിന്നെ ഇങ്ങനെ തമിഴ്നാടുണ്ട് തോന്നുന്നുണ്ട്. ഏതായാലും 2 ബോർഡർ അതിൻ്റെ ഇടയുണ്ട്. അപ്പോൾ തമിഴ്നാടിൻ്റെ ബോർഡറും മറ്റേ ബോർഡറും കൂടി 2 ബോർഡർ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ബോർഡർ കിടക്കുന്ന സമയത്ത് അവിടെ നല്ല ചെക്കിങ് ഉണ്ട്. ഒരു വണ്ടിയുടെ ഉള്ളിലൊക്കെ ഒന്ന് നോക്കും. അപ്പോൾ പേപ്പറുകളും ലൈസൻസുള്ള ആളും കണ്ടീഷനായിരിക്കണം. വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടിയിൽ അതൊന്നും എടുത്തേക്കാതൊക്കെ കഴിയുന്നതോ ഈ പ്ലാസ്റ്റിക് സാധനമൊന്നും കൂടുതൽ എടുത്തേക്കാതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം വെക്കുക. പിന്നെ വേറെ എന്താണ്, വേറെ എപ്പോഴും ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കാനുള്ള
എന്തെങ്കിലുമൊക്കെ നട്ട്സുകൾ ഭക്ഷണം കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ഫ്രൂട്ട്സോ എന്തെങ്കിലും സാധനമൊക്കെ കഴിക്കാൻ പിടിക്കുക. എന്നാൽ പിന്നെ അവിടെ നിന്നൊന്നും വേറെ വാങ്ങണ്ട. അതൊന്നും അവിടെ വേസ്റ്റ് പൊതുവെ കവറും സാധനമൊന്നും റോട്ടിലിടരുത്. അപ്പോൾ പിന്നെ നമ്മളെ യാത്ര എങ്ങനെയും കഴിഞ്ഞിട്ടും പിന്നീടുള്ള യാത്രയ്ക്ക് വേറെയുള്ളവർക്ക് അത് ബുദ്ധിമുട്ട് വരും. നമ്മളും പിന്നെ കാലം കൊണ്ട് പോകാൻ നോക്കുമ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യും, ഈ പരിസ്ഥിതിൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് എല്ലാവർക്കും ബ്ലോക്കാവും. അപ്പോൾ നമ്മളെ കാര്യം മാത്രം നടത്തരുത്. ഒരു ബാത്റൂമിൽ പോവുകയാണെങ്കിലും ഉള്ളത് വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കുക. എന്നാൽ പിന്നെ പിന്നീട് നമ്മൾ വരുന്ന സമയത്ത് അത് തുറന്നിട്ട് വരുമല്ലോ. അല്ലെങ്കിൽ ഈ ബാത്റൂമിൽ കൊണ്ടുപോയി വേസ്റ്റ് ഇടുക, അതൊക്കെ ഒഴിവാക്കുക, റോട്ടിലൊക്കെ ഒഴിവാക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഒന്നാമത് പിന്നീട് ഇക്കൊല്ലം നമ്മളെ കാര്യമാണ് നടന്നിട്ടു, അടുത്ത കൊല്ലം നമ്മൾ പോകാൻ നോക്കുമ്പോൾ എല്ലായിടത്തും എല്ലാവരും ബന്ധാക്കിയിട്ടുണ്ടാവും. കാരണം നമ്മൾ തന്നെ വൃത്തികേടാക്കി പോയിട്ടുണ്ടാവും. നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിച്ച ആ കാര്യം സെറ്റപ്പാവും. അടിപൊളി ഏരിയ കാണാൻ മാത്രം. നമ്മുടെ അടുത്തുള്ള വേസ്റ്റൊക്കെ വണ്ടിയിൽ തന്നെ വെക്കുക, വീട്ടിലെത്തിയിട്ട് കത്തിച്ച് കളയാമല്ലോ. അപ്പോൾ റൂട്ട് മനസ്സിലായില്ല, റൂട്ടിൽ വേറെ സംശയമില്ല. ഇത് മറക്കഞ്ഞാൽ മതി. ദേവാല അതേപോലെ മേപ്പാടി റൂട്ട്. ഓക്കെ, ഇവിടുന്ന് നേരെ നാടുകാണിന് നേരെ വയനാട്ടിലേക്കുള്ള റൂട്ട്, അതേപോലെ തന്നെ വയനാട് ചുണ്ടലിന് നേരെ നാടുകാണിക്കുള്ള റൂട്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഏരിയ ഒക്കെ ഞാൻ ഈ കാണിക്കണുള്ളൂ. ബാക്കിയൊന്നും ഞാൻ കാണിക്കണില്ല. കാരണം ഇവിടുന്ന് റൂട്ട് വരുന്നത് ഒരുപാട് വീഡിയോ ലെങ്ത്ത് കൂടണ്ട വെച്ചിട്ട്. ഓക്കെ, നല്ല അടിപൊളി ഏരിയ. ഇറങ്ങി കയറി അങ്ങനെ പോവാം. വേറെ മൃഗങ്ങളെ ശല്യങ്ങളൊന്നുമില്ല. ഫുള്ള് ഇതേപോലെ തോട്ടങ്ങളാണ്. അടിപൊളി നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയയാണ്. അതുമാത്രമല്ല ഫാമിലിയായിട്ട് പോകാൻ പറ്റും. ചെറിയ മഴയുള്ള സമയമാണെങ്കിൽ ജാസ്തി കോട ഉണ്ടാവും അവിടെ. അത് നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അവിടെയും ഇതേപോലെ നല്ല ചൂടനെ ഉണ്ടാവുക. അതേസമയത്ത് നമ്മളെ കേരളത്തിൽ പൊതുവേ മഴയുള്ളൊരു സമയത്താണ് അവിടെ പോകുന്നത് വെച്ചാൽ അതിൻ്റെ ഏകദേശം നല്ലൊരു സ്ട്രോങ് വെർഷൻ അവിടെ കാണാൻ കഴിയും നമുക്ക്. അത്രയേ ഉള്ളൂ. റോട്ടിലിറങ്ങിയിട്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയ. ഇനി എടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചില്ലെങ്കിലും ഓട്ടോമാറ്റിക് നമ്മൾ ഫോട്ടോ എടുത്ത് പോകും. ഓക്കെ, ഈ യാത്രപ്പോൾ ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കുന്നത് ഇത് ബൈക്കിൽ ഞങ്ങൾ ഒരു ദിവസം പോയതാണ്. അന്ന് അതേപോലെ നല്ല മഴയുള്ള ടൈമാണ്. മഴ ഇറങ്ങി വെച്ചാൽ അവിടെ ഭയങ്കര കോട ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫോട്ടോ കിട്ടാണ്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ രസമായിട്ട് ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ അതൊരു ഉച്ച ടൈമിനാണ് ഞങ്ങൾ പോകുന്നത് ബൈക്ക് കൊടുത്തുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 10 മണി 11 മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടത്. തിരിച്ച് ഏകദേശം ഒരു 5 മണി 6 മണിയൊക്കെ ആയതിന് 7 മണിയൊക്കെ ഉണ്ടാവും വീട്ടിലെത്തുകയും ചെയ്തതിന്. തിരിച്ച് അതേ സമയത്ത് പിന്നെ ഇതിലും ഞങ്ങൾ കോടയിലും മഴയിലൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നല്ല ക്ലിയറുള്ള ഏരിയ, നല്ല അടിപൊളി ഏരിയ. അടിപൊളി ഏരിയ ഈ ഫോട്ടോയിൽ കാണണമെന്നുള്ള അതിൻ്റെ ലുക്ക്. ഇതിപ്പോൾ മൊബൈലിലെടുത്ത ഫോട്ടോ ആയിട്ടാണ്. ഈ ലുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഞങ്ങൾ ഒരു കാറിൽ ഇതേപോലെ ഒരു യാത്ര. അത് നല്ല മഴയുള്ള ടൈമിനാണ് കയറി. അതും ഇതേപോലെ ഞങ്ങളൊരു 11 മണിക്കൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ നമ്മൾ ആ റൂട്ടിൽ പോകല്ലേ, ഇന്നലെ ഞങ്ങൾ ബൈക്കുമ്പോൾ പോയി പറഞ്ഞ് പിറ്റേന്ന് തന്നെ കാർ കൊടുത്തിട്ട് ഇവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങനെ കയറിയതാണ്. ആ പോക്ക് ഒരു അവിടെ എത്തിയപ്പോഴത്തേന് ഞങ്ങൾ ഒരു 2:30-3 മണി ആയിപ്പോയി. എന്നാലും ആ ടൈമിനാണ് ഇപ്പോൾ ഇതെടുത്തത്. പക്ഷെ നല്ല കോട ചില സമയത്ത്. പിന്നെ കഴിയുന്നത് അവിടെയൊക്കെ ശ്രദ്ധിക്കണം. ആ ഏരിയയിൽ നമ്മൾ വല്ല സൈഡ് ഏരിയയിലൊക്കെ നിന്ന് കഴിച്ചാൽ അട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് നല്ലോണം ഉണ്ട് അവിടെ. അത് ശ്രദ്ധിക്കണം. ഈ ചളി ഒക്കെ കണ്ട് കഴിച്ചാൽ അതിൽ കഴിയുന്നതും കാലിടാതൊക്കെ. ഈ കാല് അഥവാ കാലോ കയ്യോ ആ ചളിയിൽ തട്ടിയെങ്കിൽ തന്നെ പോകണ്ടില്ല. നല്ല വെള്ളം നിൽക്കുന്ന സമയമാണ് ഞങ്ങൾ പോയ സമയത്ത്. മഴ ചെയ്തിട്ട് ഈ വെള്ളത്തിലൊക്കെ നല്ലോണം ഞങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ കാൽമലും കംപ്ലീറ്റ് അട്ട കയറിപ്പോയി. കുഴപ്പമില്ല, എടുത്ത് കളഞ്ഞ്. പക്ഷേ എന്നാലും നമ്മൾ അറിഞ്ഞില്ല. കണ്ടമാനം ബ്ലഡ് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആകെ ഒന്ന് ടെൻഷനായി. പിന്നെ അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്, അത് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നടന്നിറങ്ങുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. ചളി കണ്ടാൽ അതിൽ അട്ട ഉണ്ടാവുന്ന ഉറപ്പാണ്. അട്ട കയറി വെച്ചിട്ട് ആർക്കും കൂടി ഉണ്ടാക്കണ്ട. ഇവിടെയൊക്കെ നല്ല ഏരിയ കേട്ടോ, വീഡിയോ എടുക്കാൻ പറ്റിയ അടിപൊളി ഏരിയ. ഇവിടെ നിന്ന് വെച്ചാൽ പോരാൻ തോന്നില്ല. ഫാമിലിയായിട്ട് ശരിക്കും ഇറങ്ങി നോക്കാം. ഓക്കെ, ചെറിയ പൈസക്ക്, അതായത് ഇവിടുന്ന് നാടുകാണിക്ക് ഏകദേശം എത്ര 90 കിലോമീറ്റർ ഉണ്ടാവും നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന്. ഏകദേശം പിന്നെ 90 കിലോമീറ്റർ ഇവിടുന്ന് ഓടുകയാണെങ്കിൽ, ഇപ്പോൾ പള്ളിക്ക് ബസ്സാറിൽ 90 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ നാടുകാണി എത്തും. നാടുകാണിയിൽ നിന്ന് ദേവാല വഴി വയനാട്ടിലേക്ക് ചിലപ്പോൾ ഒരു 40 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ഫോറസ്റ്റ് കൂടിയുള്ള റോഡ്. അപ്പോൾ തോട്ടത്തിൽ കൂടി ഏകദേശം 40 കിലോമീറ്റർ ഓടിക്കുക വെച്ചാൽ നമ്മൾ വയനാട് ചുണ്ടരെത്തും. പിന്നെ വയനാട് വഴിയുണ്ട് ഇറങ്ങാനുള്ള 1 കിലോമീറ്റർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 100-120 കിലോമീറ്റർ ഇങ്ങനെ റൗണ്ട് അടിച്ച് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് എത്തും. 120-130 കിലോമീറ്റർ. അപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റിയ നല്ല കണ്ടീഷനുള്ള റോഡാണ്. റോഡും കുഴപ്പമില്ല കേട്ടോ, നല്ല റോഡാണ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും റോഡില്ല. റോഡ് ഈ കാണുന്നില്ല, ഞങ്ങൾ വണ്ടി കൊണ്ട് കയറ്റി നിർത്തിയാണ്. പക്ഷേ റോഡ് നല്ല അടിപൊളി റോഡാണ്. ഞങ്ങൾ പോയ സമയത്തൊക്കെ നല്ല റോഡാണ്. ഒരു വർഷം മുമ്പേ എടുത്തതാണ്, കാരണം വീഡിയോ എടുത്തത്. നല്ല റോഡ് നല്ല റോഡ് തന്നെ ആയിരിക്കും, കാരണം വെള്ളം നിൽക്കാത്ത റോഡായതുകൊണ്ട് ശല്യങ്ങളൊന്നും ഇല്ല റോഡിന്. ഓക്കെ, ഇതിപ്പോൾ ഞങ്ങൾ മേപ്പാടി കഴിഞ്ഞ് ദേവാല പറഞ്ഞ സിറ്റിയിലെത്തി. ദേവാല കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ നാടുകാണിക്ക് ഇറങ്ങും. വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ ദേവാലിൻ്റെയും മേപ്പാടിൻ്റെ ഇടയിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. നാടുകാണിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ സുൽത്താൻ ബത്തേരി പറഞ്ഞൊരു ബോർഡ് കാണും. ആ റോഡിന് പോകരുത്. പക്ഷേ അടിപൊളി ഏരിയയാണ്. അത് പോയാൽ ഒരുപാട് ലോങ്ങിൽ നിങ്ങൾ പോയി ഇറങ്ങും. കാരണം സുൽത്താൻ ബത്തേരി പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വയനാട്ടിലേക്ക് പിടിക്കേണ്ടി വരും. അപ്പോൾ സുൽത്താൻ ബത്തേരി പോകരുത്. അതിൻ്റെ ഇടയിൽ ആ റോഡ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ബേക്കുക. അതായത് നമ്മൾ പിന്നെ നാടുകാണിന്ന് വയനാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് സുൽത്താൻ ബത്തേരി പറഞ്ഞ ബോർഡ് കണ്ടാൽ ആ സുൽത്താൻ ബത്തേരി ബോർഡിന് പോകരുത്, നേരെ ഇടതേ സൈഡിലേക്ക് പോവുക. ഓക്കെ, ഈ 2 ഫോട്ടോ ഞങ്ങൾ വേറൊരു യാത്രയുടെ ഫോട്ടോ എടുത്തിട്ടാണ്. എന്നാൽ ഓക്കെ.